Good morning. Aruli, good morning. Okay. ഫോർത്ത് മൊഡ്യൂൾ ആയപ്പോ എല്ലാവർക്കും ബോറടിക്കുന്നുണ്ടോ? ബോറടിക്കുന്നുണ്ടല്ലോ, എന്ത് ചെയ്യാൻ പറ്റും? ഉണ്ട്. ഉറക്കം വരുന്നുണ്ടോ ക്ലാസ് കേട്ടിട്ട്? വൺ മിനിറ്റ് കേട്ടോ, ഞാൻ സ്ക്രീൻ വരുന്നില്ല കറക്റ്റ് ആയിട്ട്. 1 മിനിറ്റ്. ബോറാണ്. സാറില്ല, എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ കഴിയാറായില്ലേ അല്ലെ? അങ്ങനെ ഒന്ന് ആശ്വസിക്കാം. എന്തായിട്ട് 4ാമത്തെ മൊഡ്യൂളായി. അപ്പൊ എക്സാംസ് ഇപ്പൊ വരും, കോഴ്സ് കഴിയാറായി. അപ്പൊ അങ്ങനെ രീതിയിൽ നോക്കുമ്പോ നമുക്ക് സങ്കടം ഉണ്ടാവും അല്ലെ? സങ്കടം വരുന്നുണ്ടോ? ഇനി ഓൺലൈൻ ക്ലാസ് ഒന്നും ഉണ്ടാവില്ല അല്ലെ? ടൈമൊക്കെ നിങ്ങൾ ഓർക്കില്ലേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കില്? ഓക്കെ. ഇനി ഏതെങ്കിലും കോഴ്സ് പുതിയ കോഴ്സ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ അതെല്ലാം ചേർന്നെങ്കിൽ ചേരാം. ഓക്കെ, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഓക്കെ. അതുപോലെ തന്നെ പി ജിയിലുണ്ട്. കേറിയിട്ടുണ്ട് അല്ലെ? ഓക്കെ. പി ജി ഒക്കെ എടുക്കാം. അത് നമുക്ക് പെട്ടെന്ന് ജോലിയിലൊക്കെ കയറ്റങ്ങൾ കിട്ടാനായിട്ടൊക്കെ, ജോലി കിട്ടി കഴിയുമ്പോൾ പെട്ടെന്ന് കയറാനായിട്ടൊക്കെ സഹായിക്കും നമ്മളെ ഡിപ്ലോമയും പി ജി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അല്ലെ? ഓക്കെ. അതുപോലെ തന്നെ വേറെ പുതിയ കോഴ്സുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നുണ്ട്, അറിയില്ല. അപ്പോ കോഴ്സ് വരുമെന്ന് പറയുന്നുണ്ട്. അപ്പോ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കാം സാർ കേട്ടോ. അങ്ങനെയാണെങ്കിൽ പി ജി കോഴ്സ് വന്നിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മുടെ HAPG അങ്ങനെ പല കോഴ്സുകളും HRM ഒക്കെ ഉണ്ട്. അതറിയാമല്ലോ നിങ്ങൾക്ക്. HRM ഒക്കെ കയറണമെങ്കിൽ കയറാം. ഓക്കെ. അപ്പോ എടുത്തത് വരുമെന്ന് വായിച്ചു നോക്കിയാൽ. PG എടുക്കാം. HAയുടെ PG ഉണ്ട്. PG എടുത്തോളൂ കേട്ടോ. കയറണമെങ്കിൽ കയറാൻ നിങ്ങൾക്ക്. PR ചോദിച്ചാൽ മതി. പ്രീത ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലെ? അല്ലെ, ജോയിൻ ചെയ്തില്ലേ? ഓക്കെ. അപ്പൊ PR ചോദിച്ചിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടേ. പ്രീത ജോയിൻ ചെയ്തിട്ടുണ്ട് PG കോഴ്സിൽ. ആ കുട്ടിയോട് ചോദിച്ചാൽ മതി ഡീറ്റെയിൽസ് കാര്യങ്ങൾ, അല്ലെങ്കിൽ PR ചോദിച്ചാൽ മതി കേട്ടോ. കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ കേറണമെങ്കിൽ നിങ്ങൾക്ക് കേറാട്ടോ, ജോയിൻ ചെയ്യാവുന്നതാണ്. ഡിപ്ലോമ പോലെയല്ല, എന്നാലും നമുക്ക് ഇതും ബോറടിക്കുന്ന കുറച്ച് ചാപ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും PG എടുക്കുന്നത് നല്ലതാണ്. ഓക്കെ. ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. നമ്മള് എന്താ പറഞ്ഞു നിർത്തിയത്? കമ്പോണൻസ് ആണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. നമ്മള് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് വരെ പറഞ്ഞു നിർത്തിയിട്ടുണ്ട്. ഞാനിതിന് സ്ക്രീൻ ഒന്ന് ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഒന്ന് 1 മിനിറ്റ് ഒന്ന് നിങ്ങൾ വായിച്ചു നോക്കാം കേട്ടോ.
കുറച്ച് കഴിയുമ്പോൾ സ്ക്രീൻ നിങ്ങൾക്ക് കാണാം കേട്ടോ. ഷെയർ ചെയ്യാനായിട്ട് ഇത്തിരി നേരം പിടിക്കും. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ സ്ക്രീൻ കാണാൻ പറ്റും. അപ്പൊ ഞാൻ ഷെയർ ചെയ്യാം. നമ്മള് കമ്പോണൻസ് ആണല്ലേ പറഞ്ഞു നിർത്തിയത്. ഓക്കെ, ഏതൊക്കെ കമ്പോണൻസ് നമ്മൾ പറഞ്ഞു നിർത്തിയത്? അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റ്, അപ്പോയിന്റ്മെന്റ് അല്ലെ, ഈ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിന് അപ്പോയിന്റ്മെന്റ് എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റിൽ മൊഡ്യൂളിലുള്ളത് അല്ലെ. അവർക്ക് കൃത്യമായിട്ട് എന്താണ് അപ്പോയിന്റ്മെന്റുകൾ എടുക്കാനായിട്ടും, അതുപോലെ തന്നെ ഇപ്പോ അഡ്മിറ്റ് ആവുന്നുണ്ടെങ്കിലും ഡിസ്ചാർജ് ആവുന്ന സമയത്തും, ഇപ്പൊ ഒരു രോഗിയെ ട്രാൻസ്ഫർ നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്തൊക്കെ എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഈ HIMSലൂടെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്താണ് മിസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ പറഞ്ഞത്? എന്താണ് പേഷ്യന്റ് മാനേജ്മെന്റ് അല്ലെ. പേഷ്യൻസുമായിട്ട് ബന്ധപ്പെട്ട എന്താണ് പേഷ്യൻസിന്റെ എല്ലാ കാര്യങ്ങളും അല്ലെ. പേഷ്യൻസ് മൊഡ്യൂളിൽ എന്താ പറഞ്ഞത്? എന്താണ് അവർക്ക് എന്താണ് ഒരു പേഷ്യൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്കാണോ ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്കാണോ എന്നുള്ളത് അല്ലെ. അതിലേക്കുള്ള വിവരങ്ങൾ പല ഡിപ്പാർട്ട്മെന്റിലേക്കും പാസ് ചെയ്യുന്നുണ്ട്. ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്കോ ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്കോ ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നു. അതുപോലെ തന്നെ എന്താണ് അതില് പേഷ്യൻസിന്റെ മൊഡ്യൂൾസിന്റെ പേഷ്യന്റ് മാനേജ്മെന്റ് മൊഡ്യൂൾസിലാണ് എല്ലാ വിവരങ്ങളും സൂക്ഷിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് രോഗിയുടെ എല്ലാ ഡീറ്റെയിൽസും പരിശോധിക്കാനായിട്ട് ഈ പേഷ്യന്റ് മാനേജ്മെന്റ് മൊഡ്യൂൾ വഴി സാധ്യമാണ് അല്ലെ. നമുക്ക് ഒരു പേഷ്യന്റ് വന്ന് അതിന്റെ പേര് വിവരങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു UHID ക്രിയേറ്റ് ചെയ്യും. അതുവഴി പേഷ്യൻസിന് ഇപ്പോ നമ്മള് UHID ആ നമ്പർ വെച്ചിട്ടാണ് ബാക്കി നമ്മളിപ്പോ വേറൊരു സമയത്ത് അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞ് വന്നാൽ 2 ആഴ്ച വന്ന ഡോക്ടറെ വന്ന് കണ്ടിട്ടുണ്ടെങ്കിലും ഈ UHID വെച്ചിട്ടാണ് നമ്മളുടെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ നടത്തുന്നത് അല്ലെ. ബുക്ക് ചെയ്യുന്നതും അപ്പോയിന്റ്മെന്റ് എടുക്കുന്നതായാലും ഈ നമ്പർ വേണം. ഓക്കെ, അപ്പൊ അത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിൽ വരുന്നത്. അതുപോലെ തന്നെ കൺസെന്റ് ഫോം, ഇലക്ട്രോണിക് സിഗ്നേച്ചർ കൺസെന്റ് ഫോമിൽ നമുക്ക് ഇലക്ട്രോണിക്കലി പേഷ്യൻസിനെ കൊണ്ടൊക്കെ കൺസെന്റ് ഫോം നമുക്ക് സൈൻ ചെയ്യിക്കാവുന്നതാണ് ഇലക്ട്രോണിക്കലി. അതൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ പറയുന്ന അതാണ് ഫെസിലിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഫെസിലിറ്റി മാനേജ്മെന്റ് എന്താണ് ഫെസിലിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലുള്ള ഫെസിലിറ്റീസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അല്ലെ. ആ മാനേജ്മെന്റ് മൊഡ്യൂളിൽ നമുക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. എന്താണ് ബെഡിന്റെ അവൈലബിലിറ്റി, അതുപോലെ തന്നെ എന്താണ് ഒക്യുപ്പൻസി സ്റ്റാറ്റസ് ഓഫ് റൂം അല്ലെ, നിലവിൽ എത്ര റൂമുകളുണ്ട്, എത്ര പേര് ഡിസ്ചാർജ് ആയിട്ടുണ്ട്, അങ്ങനെയുള്ള എല്ലാ വിവരങ്ങളും ആ മൊഡ്യൂളിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ റിസപ്ഷനിസ്റ്റിന് എല്ലാ കാര്യങ്ങളും അറിയാനായിട്ട് പറ്റുമല്ലേ. ഇങ്ങനെയുള്ള ഈ ഫെസിലിറ്റി മാനേജ്മെന്റ് മൊഡ്യൂളിലുള്ള അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും റിസപ്ഷനിസ്റ്റിന് ഓവറോൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയാനായിട്ട് പറ്റും. പിന്നെ എന്താ പറഞ്ഞത്? ഡോക്ടേഴ്സിന് ഈസി ആയിട്ട് പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡ് ആക്സസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിന്റെ മറ്റൊരു ബ്രാഞ്ചിലേക്ക് രോഗിയെ മാറ്റുകയാണെങ്കിൽ ആ ബ്രാഞ്ചിലേക്ക് എന്താണ് ഈ പേഷ്യൻസിനെ മാറ്റുന്നതോടൊപ്പം മെഡിക്കൽ റെക്കോർഡ് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ HIMS വഴി ഇവിടെ നിന്ന് മറ്റു ബ്രാഞ്ചിലേക്ക് നമുക്ക് എന്താണ് പാസ് ചെയ്യാനായിട്ട് മെഡിക്കൽ റെക്കോർഡ് പാസ് ചെയ്യാനായിട്ട് സാധ്യമാണ് സോഫ്റ്റ്വെയർ സംവിധാനം വഴി. അതുപോലെ തന്നെ എന്താണ് സ്റ്റാഫ് മാനേജ്മെന്റ്, സ്റ്റാഫിന്റെ എല്ലാ കാര്യങ്ങളും അല്ലെ. സ്റ്റാഫുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ആ മാനേജ്മെന്റ് മൊഡ്യൂളിൽ അവൈലബിൾ ആയിരിക്കും. എത്ര സ്റ്റാഫുകളുണ്ട്, സ്റ്റാഫിന്റെ പേര് വിവരങ്ങൾ, ഏത് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നു, എത്തരത്തിലുള്ള ജോബാണ് ചെയ്യുന്നത്, അതുപോലെ തന്നെ സർവീസ് ഡൊമൈൻ എന്ത് ജോബാണ്, അവർക്ക് പ്രവൃത്തി പരിചയം എത്ര വരെയുണ്ട്, എക്സ്പീരിയൻസ് എത്രയുണ്ട് എന്നൊക്കെയുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്റ്റാഫിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് അവരുടെ ഫയലോ വിവരങ്ങളോ ഒന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ കമ്പ്യൂട്ടർ സംവിധാനം വഴി അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ സംവിധാനം വഴി പേര് വിവരങ്ങൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടുന്നതാണ്. അതുപോലെ തന്നെയാണ് സപ്ലൈ മാനേജ്മെന്റ്. സപ്ലൈ മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഈ മെഡിക്കൽ സപ്ലൈസ് അല്ലെ. എന്താണ് മരുന്നുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, എത്ര ഷോർട്ടേജ് ഉണ്ട്, എത്ര നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടതുണ്ട്, എത്ര അവൈലബിൾ ആയിട്ടുള്ളതുണ്ട് ഇവിടെ. അപ്പൊ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ
സപ്ലൈ മാനേജ്മെന്റ് മൊഡ്യൂളിലൂടെ കാണാനായിട്ട് അല്ലെങ്കിൽ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആരുടെ കയ്യിൽ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത്, എപ്പോഴാണ് വാങ്ങിച്ചിരിക്കുന്നത്, അങ്ങനെയുള്ള ഡേറ്റ്, ടൈം, അതുപോലെ തന്നെ നെയിമുകൾ, സപ്ലൈസിന്റെ നെയിം എല്ലാം നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നു. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാമ്പത്തിക പ്രവർത്തനങ്ങൾ അല്ലെ, ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട സാമ്പത്തിക പ്രവർത്തനങ്ങള് നമുക്ക് HMS-ലൂടെ, HIMS-ലൂടെ അല്ലെങ്കിൽ HIS-ലൂടെ ഒക്കെ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കിട്ടുന്നതാണ്. അവൈലബിൾ ആയിട്ട് ഈ സോഫ്റ്റ്വെയർ സംവിധാനത്തിലൂടെ അവൈലബിൾ ആണ്. അതായത് എന്താണ്, ഇപ്പോ ബില്ലിംഗ് ഇൻഫർമേഷൻസ് സൂക്ഷിച്ചു വെക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇൻകംസ്, എക്സ്പെൻസസ് അല്ലെ, പ്രോഫിറ്റ് എത്രയാണ്, അതുപോലെ തന്നെ എക്സ്പെൻസസ് എത്ര നമുക്ക് എന്താണ് ചിലവ് വരുന്നുണ്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ മൊഡ്യൂളിലൂടെ അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. ഫിനാൻഷ്യലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വൺ ആണ് ഇൻഷുറൻസ് മാനേജ്മെന്റ്. ഇൻഷുറൻസ് മാനേജ്മെന്റ്, ഓക്കെ, അമ്മേറ്റ് ഓക്കെ. സ്ക്രീൻ കാണുന്നില്ലേ നിങ്ങൾക്ക്? സ്ക്രീൻ കാണുന്നുണ്ടോ? ഓക്കെ. അപ്പോ എന്താണ് ഇൻഷുറൻസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇൻഷുറൻസ് മാനേജ്മെന്റ് ആൻഡ് HMS, ഇൻഷുറൻസ് മാനേജ്മെന്റ് കമ്പോണന്റ്, റെക്കോർഡ്സ് ആൻഡ് സ്റ്റോർസ് patient insurance details on requirement. It present the policy number, insurance company and other related informations. The software makes it easy to retrieve these details, make insurance validation easier. അപ്പൊ എന്താണ്, പേഷ്യൻസിന്റെ ഇൻഷുറൻസിന്റെ വിശദാംശങ്ങള്, അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള അവരുടെ ആവശ്യകതകൾ അല്ലെ, ആവശ്യകതകള്, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പോളിസി ഡീറ്റെയിൽസ്. ഇപ്പൊ പേഷ്യൻസുമായിട്ട് ബന്ധപ്പെട്ട പേഷ്യൻസ് ഒക്കെ അഡ്മിറ്റ് ആവുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹം പോളിസി ഏതൊക്കെയാണ് എടുത്തിരിക്കുന്നത്, അദ്ദേഹത്തിന്റെ പോളിസിയുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസുകൾ, കമ്പനിയുടെ പേര്, അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു പല ഇൻഫർമേഷൻസും എന്തിൽ സൂക്ഷിക്കുന്നുണ്ട്, ഈ HIMS-ലൂടെ അല്ലെങ്കിൽ HIS-ലൂടെ സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. അപ്പൊ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും അവിടെ അവൈലബിൾ ആയിരിക്കും. അതാണ് ഇൻഷുറൻസ് മാനേജ്മെന്റ് മൊഡ്യൂൾ എന്ന് പറഞ്ഞാല്. ഇൻഷുറൻസിന്റെ എല്ലാ ഡീറ്റെയിൽസും ഈ മാനേജ്മെന്റ് മൊഡ്യൂളിൽ ഉണ്ടാവുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ആണ് ലബോറട്ടറി മാനേജ്മെന്റ്. ഓക്കെ, ലബോറട്ടറി മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ലബോറട്ടറിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെ. ലബോറട്ടറി മാനേജ്മെന്റ് ഫീച്ചേഴ്സ് ഷോ ദ ഡീറ്റെയിൽസ് ഓഫ് എ ഡിഫറെന്റ് ലാബ് ടെസ്റ്റ് പേഷ്യൻസ് ടേക്ക്. It provides the report when needed and maintains all records collectively. The doctors can easily access it. It also notifies the doctors and the patients when the results are ready. അപ്പൊ എന്താണ്, ലബോറട്ടറിയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നതാണ് ലബോറട്ടറി മാനേജ്മെന്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. അതായത് അതെങ്ങനെയാണെന്ന് വെച്ചാല് ഡോക്ടേഴ്സിന് ലാബിലേക്ക് വിളിച്ച് ചോദിക്കേണ്ട ആവശ്യമില്ല. ടെസ്റ്റ് റിസൾട്ടിന്റെ ബേസിലൊക്കെ നമുക്ക് ടെസ്റ്റ് റിസൾട്ടുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ്, HMS-ലൂടെ പേഷ്യൻസിന്റെ ഡീറ്റെയിൽസുകൾ നേരിട്ട് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പൊ ഡോക്ടേഴ്സിന് പോയിട്ട് എന്താണ് ആരോഗ്യയുടെ റിസൾട്ട് അല്ലെങ്കിൽ എന്താണ് അതിന്റെ റിസൾട്ട് എന്നുള്ളത് നമുക്ക് ഡോക്ടേഴ്സിനൊക്കെ വിളിച്ചു ചോദിക്കേണ്ട, ലാബിലേക്ക് വിളിച്ചു ചോദിക്കേണ്ട ആവശ്യമില്ല. അത് അവരെന്ത് ചെയ്യുന്നുണ്ട്, ലാബിൽ നിന്ന് കമ്പ്യൂട്ടർ സംവിധാനം വഴി നേരിട്ട് ഡോക്ടറിന്റെ ക്യാബിനിലേക്ക് അവര് അയച്ചു കൊടുക്കുന്നുണ്ട്. കമ്പ്യൂട്ടറിലേക്ക് അയച്ചു കൊടുക്കും. ഡോക്ടർക്ക് അവിടെ ഇരുന്ന് എല്ലാ ഡീറ്റെയിൽസുകളും വായിക്കാനായിട്ടായാലും അത് കറക്റ്റ് ആയിട്ട് അറിയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് HIS-ലൂടെ. ഇനി നെക്സ്റ്റ് എന്താണ്, 9th വൺ ആണ് ഇത് റിപ്പോർട്ട് മാനേജ്മെന്റ്. Report management module records and stores all the reports generated by the hospital. In the case of financial reports, it verifies the performance metrics. The business profitability. It also provides a comparison between the performance reports for different years.
An unauthorized person can access to the report at any time. Besides, you can use healthcare dashboards to present in an easy to read format. ഇവിടെ പറയുന്നത് എന്താണ്? റിപ്പോർട്ട് മാനേജ്മെന്റ് അല്ലെ, HMSന്റെ ആ റിപ്പോർട്ട് മാനേജ്മെന്റ് മൊഡ്യൂള് വഴി നമുക്ക് ചില കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഹോസ്പിറ്റലിന്റെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള്, അവരുടെ ലാഭം എത്രയാണ്, അതുപോലെ തന്നെ പോയ വർഷത്തെക്കാളും ഇപ്പോഴുള്ള വർഷത്തില് എത്ര മെച്ചം അല്ലെ പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട്, അതിന്റെ കമ്പാരിസൺ ഒക്കെ നടത്തിയിട്ട് അതിന്റെ ഡീറ്റെയിൽസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ നേരിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഡീറ്റെയിൽസുകളും ഇതിനകത്ത് നിന്ന് നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഇപ്പൊ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ ഇങ്ങനെ പ്രോഫിറ്റ് ഇത്ര ലോസ് ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരാൾക്കല്ലേ ഹോസ്പിറ്റലുമായിട്ടല്ലാതെ വേറൊരു ക്ലയൻസിനൊക്കെ അത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഡീറ്റെയിൽസും അദ്ദേഹത്തിന് പെട്ടെന്ന് വാച്ച് ചെയ്യാനായിട്ടും പെട്ടെന്ന് അത് മനസ്സിലാക്കി എടുക്കാനായിട്ടും സാധിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോ പല ഡാറ്റകളും അല്ലെങ്കിൽ പല വ്യക്തികളും അൺഓതറൈസ്ഡ് ആയിട്ട് വന്നിട്ട് എൻട്രി ചെയ്യാനായിട്ട് കാരണമാകുന്നുണ്ട്. നിങ്ങളിപ്പോ കേട്ടിട്ടുണ്ടാവും ഹാക്ക് കേസ് അല്ലെ, ഹാക്ക് ചെയ്യുന്നതൊക്കെ ഇല്ലേ, പല ഇൻഫർമേഷൻസ് ആയാലും പല കമ്പനീസ് പല ബാങ്കിൽ നിന്നൊക്കെ അല്ലെ ഹാക്കേഴ്സ് വന്നിട്ട് ഹാക്ക് ചെയ്യുന്നതൊക്കെ, അവരുടെ ഡാറ്റകള് ഹാക്ക് ചെയ്യുന്നതൊക്കെ നമ്മൾ കേൾക്കാറുണ്ടല്ലേ, പല വാർത്തകളും ന്യൂസ് ആയാലും അതുപോലെ തന്നെ പേപ്പേഴ്സിലൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പൊ അങ്ങനെ എന്താണ് അൺഓതറൈസ്ഡ് ആയിട്ട് എൻട്രി ചെയ്യാനായിട്ടുള്ള കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മോഷ്ടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം യൂസ് ചെയ്യുന്നുണ്ട്. എന്താണ്? ഹെൽത്ത് കെയർ ഡാഷ്ബോർഡ്. അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഹെൽത്ത് കെയർ ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈ ഡയഗ്രാം രൂപത്തിലോ അല്ലെങ്കിൽ ചാർട്ടിംഗ് രൂപത്തിലോ ഒക്കെ വിവരങ്ങൾ പ്രദർശിപ്പിക്കും. ഇപ്പൊ പൈ ചാർട്ട്, പോയ വർഷം ഇത്ര പെർസെന്റേജ് ഓഫ് ലാഭം കിട്ടി, അല്ലെങ്കിൽ ഇത്ര പെർസെന്റേജ് ഓഫ് ലോസ് ഉണ്ടായി, അല്ലെങ്കിൽ പല ചാർട്ട് വഴി ടേബിൾസ്, എന്താ ബാർ ചാർട്ട് അല്ലെങ്കിൽ പൈ ചാർട്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, കുഞ്ഞു ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ചാർട്ട് രൂപത്തിലൊക്കെ പ്രദർശിപ്പിക്കുന്നത് വഴി പെട്ടെന്ന് ഒരാൾക്ക് കാണുമ്പോൾ എന്താണ് ഒന്നും മനസ്സിലാവില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് എഴുതിയിരിക്കുന്നത് കണ്ടാലും പോയ വർഷം ഇത്ര ലാഭം അല്ലെങ്കിൽ ഇത്ര പ്രോഫിറ്റ് ഉണ്ടായെന്ന് എഴുതി വെച്ചത് കണ്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷെ ഇങ്ങനെയുള്ള ചിത്രം നമ്മള് ഡയഗ്രാം രൂപേണ എല്ലാ കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരാൾക്ക് കണ്ടു കഴിഞ്ഞാൽ എന്താണ് അത് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയും യൂസ് ചെയ്യുന്ന ഒരു ടെക്നോളജി അല്ലെങ്കിൽ ടെക്നിക്സ് ആണ് ഇത് ഹെൽത്ത് കെയർ ഡാഷ്ബോർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ നമ്മുടെ വിവരങ്ങൾ മറ്റുള്ളവരെ അൺഓതറൈസ്ഡ് ആയിട്ട് അതിലേക്ക് എൻട്രി ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹാക്കേഴ്സ് വന്ന് മോഷ്ടിച്ച് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്സ് ആണ് ഇത് ഹെൽത്ത് കെയർ ഡാഷ്ബോർഡ്സ്. ഡാഷ്ബോർഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഡയഗ്രാം രൂപത്തിലോ ചാർട്ട് രൂപത്തിലോ വിവരങ്ങള് പ്രദർശിപ്പിക്കുന്നതിനെയാണ് ഹെൽത്ത് കെയർ ഡാഷ്ബോർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. ഇനി വാക്സിനേഷൻ മാനേജ്മെന്റ് എന്താണ്? വാക്സിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കുത്തിവെപ്പുകൾ എടുക്കുന്നത് അല്ലെ. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട മാനേജ്മെന്റ് മൊഡ്യൂള് അതാണ് കൊടുത്തിരിക്കുന്നത്. വാക്സിനേഷൻ മോഡൽ കീപ്സ് ട്രാക്ക് of the complete and upcoming vaccinations. It update you about the coming vaccinations and book a slot with a doctor. It also sends timely reminders to parents to make sure that don't miss the slot. ഇവിടെ പറയുന്നത് വാക്സിനേഷൻ ഒക്കെ എപ്പോഴാണ് രോഗികൾക്ക് കൊടുക്കേണ്ടത് എന്നുള്ള അത് നമ്മൾ എല്ലാ ഡീറ്റെയിൽസുകളും ഈ വാക്സിനേഷൻ മാനേജ്മെന്റ് മൊഡ്യൂളിൽ ഉണ്ടാവും. ഇപ്പൊ ഒരു കുഞ്ഞ് തന്നെ, ഒരു എക്സാമ്പിൾ പറയാം, ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് എന്താണ് പേര് വിവരങ്ങളൊക്കെ നമ്മൾ ഹെൽത്ത് കെയറിൽ കൊണ്ടുപോയിട്ട് രജിസ്റ്റർ ചെയ്യും അല്ലെ പേരും വിവരങ്ങളും അമ്മയുടെ പേര് നമുക്കൊരു ബുക്ക് തരാറുണ്ട് ഹെൽത്ത് ഇല്ലേ, അമ്മയും കുഞ്ഞിന്റെയും പാട്ടുള്ള ചിത്രമുള്ള ഒരു ബുക്കൊക്കെ തരാറുണ്ട് വാക്സിനേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടായാലും. അതുപോലെ തന്നെ എന്താണ് ഈ വൈറ്റമിൻസ് ഒക്കെ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ മാർക്ക് ചെയ്ത് വെക്കാനായിട്ടൊക്കെ തരാറില്ലേ ബുക്കുകള്? കണ്ടിട്ടുണ്ടോ നിങ്ങള്? അമ്മമാരുടെ കയ്യിലുണ്ടാവും. ഓക്കെ, കുഞ്ഞുങ്ങളുള്ള അമ്മമാരുടെ കയ്യിലൊക്കെ ഉണ്ടാവും, ചോദിച്ചാൽ മതി അപ്പൊ കാണിച്ചു തരാനായിട്ട് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ബുക്ക് എന്താണ് ഇത്ര ഏജിൽ അല്ലെങ്കിൽ ഇത്ര വയസ്സിൽ കുത്തിവെപ്പ് എടുത്തു എന്നുള്ളതൊക്കെ അവിടെ രജിസ്റ്റർ ചെയ്ത് വെക്കും.
എന്തിനു വേണ്ടിയിട്ടാണ്? കുഞ്ഞുങ്ങളെ ഡെവലപ്മെന്റ്സിനനുസരിച്ചിട്ട് നമ്മൾ കുത്തിവെപ്പ് എടുക്കേണ്ടത് ആവശ്യമാണ് അല്ലെ. അല്ലെങ്കിൽ കുത്തിവെപ്പ് എടുക്കാത്തവർക്ക് ഇങ്ങനെ പോളിയോ ബാധിച്ചത് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് നമ്മൾ കാണാറുണ്ട് അല്ലെ, പല രോഗങ്ങൾ വരുന്നതൊക്കെ. ഓക്കെ, അപ്പോ അങ്ങനെ എന്താണ് രജിസ്റ്റർ ചെയ്യുമ്പോ നമ്മള് എന്താണ് ഇപ്പോ 5 വയസ്സിൽ അല്ലെങ്കിൽ 10 വയസ്സിൽ 15 വയസ്സിലൊക്കെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വാക്സിനേഷൻ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ അവര് നമ്മൾ എന്ത് ചെയ്യുന്നത്, കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ പേര് വിവരങ്ങൾക്ക് അവർ രജിസ്റ്റർ ചെയ്യും. അപ്പോ എന്താണ് ഇന്ന സമയമാകുമ്പോൾ ഹെൽത്തിൽ നിന്ന് ആശാ വർക്കേഴ്സ് ഒക്കെ വിളിച്ച് അല്ലെങ്കിൽ നഴ്സുമാരൊക്കെ വിളിച്ചിട്ട് നമ്മളോട് പറയാറുണ്ട്, ഇന്ന ദിവസം 5 വയസ്സിലുള്ള കുത്തിവെപ്പുകൾ ആയിട്ടുണ്ടല്ലോ, എടുക്കാറായിട്ടുണ്ട്, ഇന്ന ദിവസം വന്ന് ബുധനാഴ്ചയോ ശനിയാഴ്ചയോ ഉണ്ട്, അവിടെ വന്ന് എടുക്കുക, 10 മണിക്ക് വരാം എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. അവർക്ക് എങ്ങനെ അറിയാൻ പറ്റും? ചിലപ്പോ നമ്മ പോലും മറന്നു പോവാറുണ്ട്, അമ്മമാര് പോലും അല്ലെ. 5 വയസ്സായി അല്ലെങ്കിൽ 5 വയസ്സിന്റെ കുത്തിവെപ്പ് എടുക്കാൻ സമയമായി എന്ന് അവര് വിളിച്ച് നമ്മളോട് പറയാറുണ്ട് ഇല്ലേ? ആണോ? അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടാണോ അവര് പറയാറ്? മോൾക്ക് 5 വയസ്സിന് കുത്തിവെപ്പ് എടുക്കാറായി നമ്മൾ ചോദിക്കാറില്ല, അവര് ഇങ്ങനെയാണ് പറയാറല്ലേ. പല ആശാ വർക്കേഴ്സുമാരും എന്നെയൊക്കെ അങ്ങനെയാണ് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ കുത്തിവെപ്പ് എടുക്കാറായിട്ടുണ്ടല്ലോ, ഇന്ന ദിവസം ഉണ്ട് എന്നുള്ളത്. അനുഭവം ഉള്ളവർക്ക് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കൊക്കെ അറിയാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ അവരെ എന്താണ് അവിടെ പേര് വിവരങ്ങൾ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതില് റിമൈൻഡേഴ്സ് കാര്യങ്ങളൊക്കെ വരും. അപ്പൊ അതനുസരിച്ചിട്ട് നമുക്ക് എന്താണ് അങ്ങനെയുള്ള കുത്തിവെപ്പുകൾ ഇതൊക്കെ നമുക്ക് എടുക്കാനായിട്ട് സാധ്യമാണ്. അതുപോലെ തന്നെ എന്താ വൈറ്റമിൻസ് കൊടുക്കാനായിട്ടായാലും അവിടെ നിന്ന് വിളിച്ച് പറയാറുണ്ട്, ഇന്ന ദിവസം വരണം, വൈറ്റമിൻസ് ഒരു ദിവസം മാത്രമേ ഉള്ളൂ, ശനിയാഴ്ച അല്ലെങ്കിൽ ബുധനാഴ്ച മാത്രമേ ഉള്ളൂ, ഇത്ര മണിക്ക് വരിക എന്നുള്ളത്. അപ്പൊ നമുക്ക് എന്താണ് ഓരോ കാര്യങ്ങളും അല്ലെ കറക്റ്റ് ആയിട്ട് നമുക്ക് എന്താണ് ഏജ് അനുസരിച്ചിട്ട് കുട്ടികൾക്ക് കുത്തിവെപ്പുകൾ എടുക്കാനായിട്ട് ഈ എന്താണ് ഈ വാക്സിനേഷൻ മാനേജ്മെന്റ് മൊഡ്യൂളിലൂടെ സാധ്യമാണ്. ഓക്കെ, പിന്നെ എന്താണ് സപ്പോർട്ട് മാനേജ്മെന്റ് എന്ന് പറഞ്ഞത്? സപ്പോർട്ട് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? പേഷ്യൻസ് സാറ്റിസ്ഫാക്ഷൻ ഈസ് ഓഫ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻസ് ഓഫ് എനി ഹോസ്പിറ്റൽ. Segment records data like inquiries, complaints, request and feedback from patients. It also ensures that they handle this request and problems appropriately and at the easiest. You can make automatic the feedback collection process automatic to reduce the staff's job load, and everyone would fill out the feedback from. Okay, ഇനി നെക്സ്റ്റ് എന്താണ്? സപ്പോർട്ട് മാനേജ്മെന്റ് അല്ലെ. ഈ സപ്പോർട്ട് മാനേജ്മെന്റിലൂടെ നമുക്ക് എന്താണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെ. സപ്പോർട്ട് മാനേജ്മെന്റ് മൊഡ്യൂളിലൂടെ പേഷ്യൻസിന് എന്തെങ്കിലും ചിലപ്പോൾ കംപ്ലൈന്റ്സ് ഉണ്ടാവാം, നമ്മുടെ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ നിന്ന് കൊടുക്കുന്ന സർവീസുമായിട്ട് ബന്ധപ്പെട്ടോ, രോഗികളെ കെയർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടോ, ഡോക്ടേഴ്സിന്റെ ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടോ, അല്ലെങ്കിൽ ക്ലീൻലിനെസ് അല്ലെ, ഹൗസ് കീപ്പിംഗ് ഏരിയയിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ പല കംപ്ലൈന്റ്സും പേഷ്യൻസിന് ഉണ്ടാവാം അല്ലെ. പിന്നെ അതുപോലെ തന്നെ അഭ്യർത്ഥനകൾ നടത്താം അല്ലെ, അവർക്ക് അവരുടെ ആവശ്യങ്ങൾ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ക്ലിയർ കിട്ടുന്നില്ല, ഇന്നത് വേണം, അങ്ങനെയുള്ള പല റിക്വസ്റ്റുകളും പേഷ്യൻസിൽ നിന്നുണ്ടാവാം. അതുപോലെ തന്നെ അന്വേഷണങ്ങൾ, എന്തിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് തരുന്നത്, ഇത്തരത്തിലുള്ള മെഡിസിനുകൾ എങ്ങനെയാണ് ഞങ്ങൾക്ക് എന്തിനാണ് തരുന്നത്, അതുപോലെ തന്നെ എത്ര ദിവസം നമ്മൾ അഡ്മിറ്റ് ആയി കിടക്കേണ്ടതുണ്ട്, എങ്ങനെയാണ് എന്താണ് ഈ ബില്ലുകൾ അടയ്ക്കേണ്ടത്, ചിലർക്കൊന്നും അറിയില്ല. അപ്പൊ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പല രീതിയിലും എന്തുണ്ടാവാം, അവർക്ക് എന്താണ് ഇങ്ങനെയുള്ള അന്വേഷണങ്ങൾ നടത്താം അല്ലെ, എൻക്വയറീസ് നടത്താറുണ്ട്. അതുപോലെ തന്നെ ഫീഡ്ബാക്കുകൾ ഉണ്ടാവാം അല്ലെ, നല്ല രീതിയിലുള്ള കെയറിങ് ആണ് കൊടുക്കുന്നത്, നല്ല സർവീസ് ആണ്, നല്ല ടെക്നോളജീസ് ഉണ്ട്, നല്ല ഫെസിലിറ്റീസ് ഉണ്ട്, അങ്ങനെയുള്ള ഫീഡ്ബാക്കുകളും പേഷ്യൻസിനെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടാം. അപ്പൊ ഇതൊക്കെ എന്താണ് ഈ സിസ്റ്റത്തിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് സപ്പോർട്ട് മാനേജ്മെന്റ് മൊഡ്യൂള് എന്ത് കാര്യം പേഷ്യൻസിന് സാറ്റിസ്ഫാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് കാര്യങ്ങൾ, ഇപ്പൊ കംപ്ലൈന്റ്സ് ഉണ്ടാവാം, അതുപോലെ പല അന്വേഷണങ്ങൾ നടത്താം, പല റിക്വസ്റ്റുകൾ നടത്താം, ഫീഡ്ബാക്കുകൾ തരാം, അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ സിസ്റ്റത്തിൽ റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ സപ്പോർട്ട് മാനേജ്മെന്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഇപ്പൊ കംപ്ലൈന്റ്സുകൾ ഉണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ട് അത് നമ്മൾ രജിസ്റ്റർ ചെയ്ത് പരിഹരിക്കാനായിട്ടും സിസ്റ്റം വഴി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പേഷ്യൻസിന്റെ ഫീഡ്ബാക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് കളക്ട് ചെയ്യാനായിട്ട് അല്ലെ. നമുക്കറിയാം എന്താണ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്, ഇലക്ട്രോണിക് എന്താണ് മെഡിക്കൽ റെക്കോർഡ്, നമുക്ക് എന്താണ് അതുവഴിയൊക്കെ നമുക്ക് ഫീഡ്ബാക്കുകൾ കളക്ട് ചെയ്യാന്ന് പറഞ്ഞു അല്ലെ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ ഒക്കെ നടത്താൻ പറ്റും അല്ലെ.
അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ഫീഡ്ബാക്കുകൾ കളക്ട് ചെയ്തുകൊണ്ട് ഇനി എവിടെയെങ്കിലും ഇംപ്രൂവ്മെന്റുകൾ വേണ്ടതായിട്ടുണ്ടോ, അതുപോലെ തന്നെ എവിടെയെങ്കിലും ഇനി മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ടോ, ചേഞ്ചസുകൾ വരുത്തേണ്ടതായിട്ടുണ്ടോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനായിട്ടും ഈ ഫീഡ്ബാക്ക് വഴി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് സപ്പോർട്ട് മാനേജ്മെന്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. എല്ലാ കാര്യങ്ങളും എൻക്വയറീസ് ആയാലും കംപ്ലൈൻസ് ആയാലും റിക്വസ്റ്റ് ആയാലും ഫീഡ്ബാക്ക് ആയാലും സിസ്റ്റം വഴി നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് അത് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത് കമ്പോണൻസിൽ വരുന്നത് കേട്ടോ. ഒന്ന് വായിച്ചു നോക്കിയേ. 11 കമ്പോണൻസ് ആണ്.
കഴിഞ്ഞോ? നെക്സ്റ്റ് നോക്കാം കേട്ടോ. ബെനഫിറ്റ്സ് ഓഫ് എ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം. ഫസ്റ്റ് വൺ ആണ് ഇംപ്രൂവ്ഡ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ പേഷ്യൻസ് ആൻഡ് ദി ഹോസ്പിറ്റൽ. 59% of millionaires are willing to switch doctors for better online access. And HMS will enhance the communication between patient and the hospitals by allowing patients to approach their medical records, book appointments, receiving reminders, and to communicate online with their doctors and nurses. You will have enhanced patient engagement, a reduction in waiting times, and improved patient satisfaction. അപ്പൊ എന്താണ് ഇംപ്രൂവ്ഡ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ പേഷ്യന്റ് ആൻഡ് ഹോസ്പിറ്റലിൽ പറയുന്നത്? നമ്മൾ പറഞ്ഞു അല്ലെ, HISന്റെ അല്ലെങ്കിൽ HMSന്റെ ബെനിഫിറ്റ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്താണ് അത് വഴി HMSന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യൻസും അതുപോലെ തന്നെ ഹോസ്പിറ്റലുമായിട്ടൊരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ബന്ധം സ്ഥാപിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെ. HMSലൂടെ പേഷ്യൻസിനായാലും അതുപോലെ തന്നെ ഈ ഹോസ്പിറ്റലിലും തമ്മിലുള്ള ആ പേഷ്യൻസും ഹോസ്പിറ്റലും തമ്മിലുള്ള ഒരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. രോഗികൾക്ക് അവരുടെ മെഡിക്കൽ റെക്കോർഡ്സുകൾ അപ്രോച്ച് ചെയ്യാനായിട്ട് HMSലൂടെ സാധ്യമാണ്. അവർക്ക് അവരുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെഡിക്കൽ റെക്കോർഡ്സ് ഒക്കെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോയിന്റ്മെന്റുകൾ ബുക്ക് ചെയ്യാൻ അല്ലെ, ഓൺലൈൻ വഴി നമുക്കറിയാം. ഇപ്പോ ഹോസ്പിറ്റലിൽ വരേണ്ട ആവശ്യമില്ല. കയ്യിൽ നമ്മുടെ ഫോൺ ഉണ്ടെങ്കിൽ ഓൺലൈൻ മാധ്യമത്തിലൂടെ അല്ലെ, ഓൺലൈൻ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഏത് മന്ത് വേണമെങ്കിലും, ഏത് ഡേ വേണമെങ്കിലും, ഏത് വീക്കില് ഏത് ഡോക്ടറെയാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് ടൈമിലാണ് നമുക്ക് കാണേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്പോയിന്റ്മെന്റുകൾ കൃത്യമായിട്ട് നമുക്ക് തന്നെ പേഷ്യൻസിന് തന്നെ എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റിമൈൻഡറുകൾ സ്വീകരിക്കുന്നു അല്ലെ. റിമൈൻഡറുകൾ അവരിപ്പോ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല റിമൈൻഡേഴ്സ് മെസ്സേജിലൂടെ ഒക്കെ വരാറുണ്ടല്ലേ നമുക്ക് റിമൈൻഡർ. അതുപോലെ തന്നെ ഡോക്ടർമാരോടും നഴ്സുമാരോടും കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെ. നമുക്ക് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്താണ് ഇപ്പോ പല പേഷ്യൻസും ഡിസ്ചാർജ് ആയിരുന്ന പേഷ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ വീട്ടിൽ വന്നപ്പോൾ എന്തെങ്കിലും അസ്വസ്ഥതകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് അവരെ വിളിച്ച് ചോദിക്കാനായിട്ട് പറ്റുന്നുണ്ട് അല്ലെ. അതൊക്കെ എന്താണ് ഈ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയാണ് സാധിക്കുന്നത് അല്ലെ. ഫോൺ വഴി നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അങ്ങനെയുള്ള വൈദ്യസഹായങ്ങൾ തേടാൻ പറ്റുന്നുണ്ട്. പിന്നെ എന്താ, രോഗികൾക്ക് അവരുടെ ആശയങ്ങൾ തുറന്നു പറയാൻ സാധിക്കുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്താണ്, ഇപ്പൊ ഡിസ്ചാർജ് ആയി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോ വിത്തിൻ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഒക്കെയാണ് നമ്മൾ പഠിച്ചത്. എന്താണ്, വിത്തിൻ 3 ഡേയ്സിനുള്ളിൽ അവര് ഹോസ്പിറ്റലിൽ നമ്മളെ വിളിക്കും അല്ലെ, സുഖവിവരങ്ങൾ അന്വേഷിക്കാനായിട്ട്. അപ്പൊ അവർക്ക് എന്താണ് അവരുടെ ആശയങ്ങൾ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് ആയിട്ട് നടത്താനായിട്ട് അല്ലെ. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ, അതിന്റെ ഹെൽത്ത് കണ്ടീഷൻ ബെറ്റർ ആയിട്ടുണ്ടെങ്കിൽ അവരോട് കാര്യങ്ങൾ പറയാനായിട്ടും സാധിക്കുന്നുണ്ട്. അങ്ങനെ എന്താണ് രോഗികൾക്ക് അവരുടെ ആശയങ്ങൾ തുറന്നു പറയാനായിട്ട് ഓൺലൈൻ മാധ്യമത്തിലൂടെ സാധിക്കുന്നുണ്ട്. ഈ HMSലൂടെ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ സംവിധാനത്തിലൂടെയാണ് സാധിക്കുന്നത് അല്ലെ. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് പറയാനായിട്ട് അല്ലെ. അതൊക്കെ എന്താണ് ഓൺലൈൻ വഴിയാണ്. അവർക്ക് ഇപ്പോ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ, അവർക്ക് എന്തെങ്കിലും സർവേയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ലിങ്ക് അയച്ചു തരാം. അപ്പൊ ലിങ്കിലൂടെ നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് സെൻഡ് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ ഈ അപ്പോയിന്റ്മെന്റുകളൊക്കെ എടുക്കുന്നതിലൂടെ വെയിറ്റിംഗ് ടൈം കുറയ്ക്കാനായിട്ട് അല്ലെ. കറക്റ്റ് ടൈമിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കയറാം അല്ലെ. ആ ടൈമിൽ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കേണ്ട കാര്യമില്ല, വെയിറ്റിംഗ് ടൈം കുറയ്ക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് HMSലൂടെ സാധ്യമാണ്. ഓക്കെ, എത്ര കാര്യങ്ങളാണ് ഈ ബെനഫിറ്റ്സിൽ ഫസ്റ്റ് വണ്ണിൽ പറയുന്നത്. അപ്പം അതുവഴി എന്താണ് പേഷ്യൻസിനായാലും ഹോസ്പിറ്റലിനായാലും അവരുടെ കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഹോസ്പിറ്റലും പേഷ്യൻസുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് HMSലൂടെ സാധ്യമാണ്. ഇനി നെക്സ്റ്റ് ആണ് എന്ത്, സെക്യൂർഡ് ഹോസ്പിറ്റൽ ഡാറ്റ. ആൻഡ് HMS ഹെൽപ്പ് യു മെയിൻറ്റെയിൻ ഹോസ്പിറ്റൽ ഡാറ്റ സേഫ് ആൻഡ് സെക്യൂർ. You can control and provide access to unauthorized personnel only. Make sure to look at the HIPAA complaint software for PHI security.
അപ്പൊ എന്താണ് നമ്മള് HIPPA ഫോർമുലയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫോർമുല അല്ല, ഈ എക്സ്മാരുടെ ഫോമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനിൽ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതൊരു എന്താണ് ഈ സോഫ്റ്റ്വെയർ സംവിധാനമാണ്. അതുപോലെ തന്നെ സർവേ എടുക്കുന്നതാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോ എന്താണ് പറയുന്നത്, ഈ സെക്യൂർഡ് ഹോസ്പിറ്റൽ ഡാറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ HMSലൂടെ നമുക്ക് മെഡിക്കൽ റെക്കോർഡ് സുരക്ഷിതമായിട്ട് സൂക്ഷിക്കാനായിട്ട്, മെഡിക്കൽ റെക്കോർഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് പേഷ്യൻസിന്റെ റെക്കോർഡ്സ് ആണ് അല്ലെ, അവരുടെ മെഡിക്കലുമായിട്ട്, അവരുടെ ഹെൽത്തുമായിട്ട്, അവരുടെ കൊടുക്കുന്ന ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ മെഡിക്കൽ റെക്കോർഡ്സിൽ ഉണ്ടാവും അല്ലെ. അപ്പൊ എല്ലാ കാര്യങ്ങളും സുരക്ഷിതമായിട്ട്, മെഡിക്കൽ റെക്കോർഡ്സുകളൊക്കെ സുരക്ഷിതമായിട്ട് സൂക്ഷിച്ചു വെക്കാനായിട്ട് HMSലൂടെ സാധ്യമാണ്. ഇത് ഒരു എന്താണ് നിയമത്തിന്റെ അണ്ടറിലാണ് വരുന്നത്. അതായത് HIPPA, ഹോസ്പിറ്റലുകളിലെ മെഡിക്കൽ റെക്കോർഡ് സൂക്ഷിക്കുന്നതിനെ പറ്റിയുള്ള നിയമമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു ഹോസ്പിറ്റലുകളിലെ മെഡിക്കൽ റെക്കോർഡ്സുകൾ സൂക്ഷിക്കുന്നതിനെ പറ്റിയുള്ള നിയമമാണ് HIPPA എന്ന് പറഞ്ഞത് കേട്ടോ. ഇതുവഴിയൊക്കെ നമുക്ക് സർവേയും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ അതാണ് ഒരു നിയമമാണ്, ഹോസ്പിറ്റലുകളിൽ മെഡിക്കൽ റെക്കോർഡ്സുകൾ സൂക്ഷിക്കുന്നതിനെ പറ്റിയുള്ള നിയമമാണ്. ഇതിന്റെ അണ്ടറിലാണ് നമ്മൾ ഈ എന്ത് ചെയ്യുന്നത്, ഹോസ്പിറ്റലുകളിൽ ഡാറ്റയിൽ സൂക്ഷിക്കുന്നത് HMSലൂടെ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു HIPPA ഫുൾ ഫോം ഒന്നുകൂടിയും പറയാം. ഹെൽത്ത് ഇൻഷുറൻസ് പ്രോബബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ആക്ട്. ഓക്കെ, അതുവഴി നമുക്ക് എന്താണ് പേഷ്യൻസിന്റെ ഇൻഫർമേഷൻസുകൾ കളക്ട് ചെയ്യാൻ പറ്റും, ഫീഡ്ബാക്കുകൾ കളക്ട് ചെയ്യാൻ പറ്റും. ഇതൊരു ആക്ട് ആണ്. ആക്ട് വഴി എന്താണ് ഹോസ്പിറ്റലുകളിൽ മെഡിക്കൽ റിപ്പോർട്ട്സുകൾ സൂക്ഷിക്കുന്നതിനെ പറ്റിയുള്ള നിയമമാണ്. അതുവഴിയൊക്കെ നമുക്ക് എന്താണ് ഫീഡ്ബാക്കുകൾ കളക്ട് ചെയ്ത് നമുക്ക് ഇൻഫർമേഷൻസ് എടുക്കാനായിട്ട് സാധ്യമാണ്. അതൊക്കെയാണ് എന്താന്ന് പറയുന്നത് സെക്യൂർഡ് ഹോസ്പിറ്റൽ ഡാറ്റയിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് ആണ് ഇത്, ഫുൾ ഫോം പറയണോ? ഹെൽത്ത് ഇൻഷുറൻസ് probability സോറി പ്രോബബിലിറ്റി അല്ല, പോർട്ടബിലിറ്റി ആണ്. പോർട്ടബിലിറ്റി ഹെൽത്ത് ഇൻഷുറൻസ് പോർട്ടബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ആക്ട്. ഹെൽത്ത് ഇൻഷുറൻസ് പോർട്ടബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ആക്ട്. ഈ PHIയുടെ ഫുൾ ഫോം പറയാം. പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫർമേഷൻ. പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫർമേഷൻ. പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫർമേഷൻ. ഓക്കെ, അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചാൽ മതി കേട്ടോ നിങ്ങള്. ഓക്കെ, HIPPAയുടെ ഫുൾ ഫോം ഒന്ന് പഠിച്ചു വെക്കാം, ചിലപ്പോ ചോദിക്കാറുണ്ട്. അപ്പൊ ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. ഹെൽത്ത് ഇൻഷുറൻസ് പോർട്ടബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ആക്ട്. Next ആണ് improved access to patient data. You can have easy entrance to all patients related data on a system using an HMS. You can also approach data such as a patient history, doctors engaged result, test result, billing details, and much more with just a few clicks. ഇവിടെ പറയുന്നത് ഏതാനും ക്ലിക്കുകളിലൂടെ അല്ലെ, നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ അറിയാനായിട്ട് പറ്റുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് പെട്ടെന്ന് തന്നെ ഡോക്ടേഴ്സിന് രോഗിയുടെ രേഖകളിലേക്ക് കടക്കാൻ പറ്റും അല്ലെ. അവരുടെ ആ കമ്പ്യൂട്ടർ സ്ക്രീൻ നോക്കിയിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രോഗിക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകൾ, രോഗിക്ക് കൊടുക്കുന്ന എന്തൊക്കെ മരുന്നുകളാണ് അല്ലെ, അപ്പൊ എല്ലാ വിവരങ്ങളും നമുക്ക് അറിയാൻ പറ്റും. രോഗിയുടെ പേര് വിവരങ്ങൾ, എല്ലാ കാര്യങ്ങളും ഡോക്ടർമാർക്ക് നമുക്ക് എന്താണ് ഏതാനും ക്ലിക്കുകളിലൂടെ അറിയാൻ പറ്റുന്നതാണ് പറയുന്നത്. അതുപോലെ തന്നെ രോഗിയുടെ ഹിസ്റ്ററി അല്ലെ, ഹെൽത്ത് ഹിസ്റ്ററി, അതുപോലെ തന്നെ ഏത് ഡോക്ടേഴ്സിനെയാണ് ഇപ്പൊ
ഏത് ഡോക്ടേഴ്സ് ആണ് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് എന്നറിയാൻ പറ്റും രോഗികൾക്ക്. അതുപോലെ തന്നെ ടെസ്റ്റ് റിസൾട്ടുകൾ, പിന്നെ എന്താണ് ബില്ലിംഗ് ഡീറ്റെയിൽസുകൾ, ഇതൊക്കെ ഏതാനും ക്ലിക്കുകളിലൂടെ അറിയാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് ഇംപ്രൂവ്ഡ് ആക്സസ് ടു പേഷ്യന്റ് ഡാറ്റ, പേഷ്യൻസിന്റെ ഡാറ്റകൾ കൃത്യമായിട്ട് നമുക്ക് ഇംപ്രൂവ് അല്ലെ പെട്ടെന്ന് തന്നെ ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. ഡോക്ടേഴ്സിനായാലും അവരുടെ ഹെൽത്ത് ഹിസ്റ്ററി ഏതാനും ക്ലിക്കുകളിലൂടെ അറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ രോഗികൾക്കാണെങ്കിൽ എന്താണ് ഏതൊക്കെ ഡോക്ടേഴ്സ് ആണ് ഇപ്പൊ ഹോസ്പിറ്റലുകളിൽ അവൈലബിൾ ആയിട്ടുള്ളത്, അവരുടെ ടെസ്റ്റ് റിസൾട്ടുകൾ അല്ലെ. ഇപ്പോ നമ്മളിപ്പോ കൊറോണയ്ക്കൊക്കെ ടെസ്റ്റ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് നമുക്ക് അയച്ചു തരാന്ന് പറയാറുണ്ടല്ലോ അവര്, ഇല്ലേ? അതൊക്കെ കാരണം പെട്ടെന്ന് തന്നെ റിസൾട്ടുകളൊന്നും കിട്ടാറില്ല. അതുപോലെ തന്നെയാണ്, അതൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പൊ അങ്ങനെയാണ് മറ്റു പല റിസൾട്ടുകളായാലും എന്താണ് ലാബിന്റെ റിസൾട്ടുകള്, അതുപോലെ തന്നെ അങ്ങനെയുള്ള റിസൾട്ടുകൾ നമുക്ക് കിട്ടാറുണ്ട്. അതൊക്കെ എങ്ങനെയാണ് ഈ നമുക്ക് ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ നമുക്ക് കിട്ടാറുണ്ട്. ഫോണിലൂടെ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടില്ല, എന്നാലും കുറച്ച് മണിക്കൂറുകൾക്ക് കഴിയുമ്പോഴത്തേനും നമുക്ക് കിട്ടാറുണ്ട് അല്ലെ. അതൊക്കെ എന്താണ് സോഫ്റ്റ്വെയർ സംവിധാനം വഴിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇൻഫർമേഷൻസ് കിട്ടാനായിട്ടായാലും എറേഴ്സ് ഇല്ലാതെ നമുക്ക് ഓരോ വിവരങ്ങൾ അറിയാനായിട്ട് പറ്റുന്നുണ്ട്. പേഷ്യൻസിന്റെ ഹിസ്റ്ററി ആയാലും ഡോക്ടേഴ്സിന്റെ എൻഗേജ്മെന്റ് അല്ലെ, ഏതൊക്കെ ഡോക്ടേഴ്സ് ആണ് ഇവിടെ എൻഗേജ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ളത്, ടെസ്റ്റിംഗ് റിസൾട്ട്, ബില്ലിങ്ങുകൾ കറക്റ്റ് ആയിട്ട് അല്ലെ, ബില്ലിങ്ങിന്റെ ഡീറ്റെയിൽസ് ബില്ലിങ് കറക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് പേഷ്യൻസിനെ സഹായിക്കുന്നത് ഓൺലൈൻ വഴിയാണ്. അതൊക്കെ എന്താണ് പെട്ടെന്ന് തന്നെ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധ്യമാണ്. വായിച്ചു നോക്കിയേ, 3 കാര്യങ്ങളാണ് നമ്മൾ എടുത്തത് കേട്ടോ. എന്താണ് ഇംപ്രൂവ്ഡ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പേഷ്യന്റ് ആൻഡ് ഹോസ്പിറ്റൽ, സെക്യൂർഡ് ഹോസ്പിറ്റൽ ഡാറ്റ, ഇംപ്രൂവ്ഡ് ആക്സസ് ടു പേഷ്യന്റ് ഡാറ്റ. നെക്സ്റ്റ് നോക്കാം കേട്ടോ. നെക്സ്റ്റ് ബെനിഫിറ്റ് നോക്കാം. റെഡ്യൂസ്ഡ് ടേൺ അറൗണ്ട് ടൈം, streamline your hospital workflow by automating routine job like appointment or stock management. This decreases the time and effort required to perform these jobs and turn around time. It also helps hospital staff to focus on more critical
patient care areas. ഇവിടെ പറയുന്നത് എന്താണ്? റെഡ്യൂസ് ടേൺ അറൌണ്ട് ടൈം അല്ലെ. HMS-ലൂടെ നമുക്ക് എന്താണ് ഇത്തരം കാര്യങ്ങൾ നമുക്ക് ചെയ്യുന്നതിലൂടെ അല്ലെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെ. HMS-ലൂടെ എല്ലാ കാര്യങ്ങളും ബെനിഫിറ്റുകൾ നമ്മളിപ്പോ പഠിച്ചു വരികയാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ സ്റ്റാഫുകൾക്ക് എന്താണ് എഫേർട്ട് കുറയ്ക്കാൻ പറ്റും. നമുക്ക് തന്നെ പേഷ്യൻസിന് തന്നെ സ്വയം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവര് തന്നെ ചെയ്യുന്നത്, അപ്പോയിന്റ്മെന്റ് എടുക്കുന്നതായാലും ബില്ലിംഗ് അടയ്ക്കുന്നതായാലും അതുപോലെ തന്നെ എല്ലാ വിവരങ്ങളും അല്ലെ. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് ഈ സ്റ്റാഫുമാര് പണ്ടുള്ള കാര്യങ്ങളിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു. അവരുടെ പേര് വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യണം, അതുപോലെ തന്നെ അവർക്ക് ബുക്ക് ചെയ്ത് കൊടുക്കണം, അതുപോലെ തന്നെ ബില്ല് അടച്ചു കൊടുക്കണം. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾ തന്നെയാണ് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കുറെ അധികം ചേഞ്ചസുകൾ വന്നതോടുകൂടി സോഫ്റ്റ്വെയർ സംവിധാനത്തിലോട്ട് മാറുന്നതോടുകൂടി തന്നെ പേഷ്യൻസ് പല കാര്യങ്ങളും അവർ തന്നെ ചെയ്യുന്നുണ്ട് ഓൺലൈൻ മാധ്യമത്തിലൂടെ തന്നെ. അപ്പൊ അതുകൊണ്ട് ഈ സ്റ്റാഫുകളുടെ എഫേർട്ട് കുറയ്ക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്റ്റാഫുകൾക്ക് ജോലി കുറവാണ്. രജിസ്ട്രേഷൻ ചെയ്ത് കൊടുക്കേണ്ട, അല്ലെങ്കിൽ എന്താ രജിസ്ട്രേഷൻ അല്ല, ഈ അപ്പോയിന്റ്മെന്റ് എടുത്ത് കൊടുക്കേണ്ട, ബില്ലിംഗ് അടച്ചു കൊടുക്കേണ്ട, ബില്ല് ചെയ്ത് കൊടുക്കേണ്ട, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അവർക്ക് എഫേർട്ട് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ കുറയ്ക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും എന്താണ് സിസ്റ്റത്തിലൂടെ ചെയ്യുന്നത് കൊണ്ട് തന്നെ സ്റ്റാഫുകൾക്ക് അവരുടെ എഫേർട്ട് കുറച്ചുകൊണ്ട് പേഷ്യൻസിന്റെ അവരുടെ ജോലി ഭാരം കുറയ്ക്കുന്നതിലൂടെ അവർക്ക് വർക്കും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റുന്നുണ്ട്. ബാക്കിയുള്ള ടൈം പേഷ്യൻസിന്റെ കൂടെ ഇരുന്നുകൊണ്ട് പേഷ്യൻസിനെ കെയർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് അതിലൂടെ ഭൂരിഭാഗം പേർക്കും പേഷ്യൻസിന്റെ നല്ല രീതിയിൽ കെയർ ചെയ്യുന്നതിലൂടെ പേഷ്യൻസിന് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും അല്ലെ. അവരുടെ ഫീഡ്ബാക്കിലൂടെ നമുക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഇംപ്രൂവ് റെഡ്യൂസ് ടേൺ അറൌണ്ട് ടൈം. അപ്പൊ എന്താണ് നമ്മൾ അവിടെ പറഞ്ഞത്? പേഷ്യൻസ് എല്ലാ കാര്യങ്ങളും ഓൺലൈൻ മാധ്യമത്തിലൂടെ അവരുടേതായിട്ടുള്ള രീതിയിൽ അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിലൂടെ ബില്ല് അടയ്ക്കുന്നതായാലും അപ്പോയിന്റ്മെന്റുകൾ എടുക്കുന്നതായാലും ഇതൊക്കെ അവർ തന്നെ സ്വയം ചെയ്യുന്നതിലൂടെ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾക്ക് ജോലി ഭാരം കുറയുന്നുണ്ട്, എഫേർട്ട് എടുക്കുന്നത് കുറയുന്നുണ്ട്. അപ്പൊ അവരുടേതായിട്ടുള്ള വർക്കുകൾ കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാനായിട്ട്. പിന്നെ എന്താണ് പേപ്പർ വർക്ക് കാര്യങ്ങളൊന്നുമല്ല. ഇപ്പോഴെന്താണ് സോഫ്റ്റ്വെയർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് എല്ലാ സ്റ്റാഫുകളും അവരുടെ ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് പെട്ടെന്ന് തന്നെ ഓരോ കാര്യങ്ങളും റിവേഴ്സിൽ ചെയ്ത് തീർക്കാൻ പറ്റുന്നുണ്ട്. ബാക്കിയുള്ള ടൈം പേഷ്യൻസിന്റെ കൂടെ ഇരുന്ന് പേഷ്യൻസിന് നല്ല രീതിയിൽ കെയർ കൊടുക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് അവർക്ക് ആ പേഷ്യൻസിന് അവിടെ വരുന്ന പേഷ്യൻസിന് നല്ല രീതിയിൽ സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ് ആക്കാനായിട്ട് HMS-ലൂടെ സാധ്യമാണ്. ഓക്കെ, ഇത്ര വരെ എടുക്കുന്നുള്ളൂ കേട്ടോ മിസ്. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം നമുക്ക്. ഇത്ര വരെ ഓക്കെ ആണോ? ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? വായിച്ചു നോക്കിയേ. മൂന്നാമത്തെ പോയിന്റ്. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതാനും ക്ലിക്കുകളിലൂടെ എല്ലാ വിവരങ്ങളും നമുക്ക് അറിയാനായിട്ട് പറ്റുന്നതാണ് പറയുന്നത്. ഡോക്ടേഴ്സിന് പെട്ടെന്ന് തന്നെ രോഗിയുടെ രേഖകളിലേക്ക് കടക്കാം. ഇപ്പൊ ഒരു രോഗി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രോഗിയുടെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ജസ്റ്റ് ഒന്ന് കമ്പ്യൂട്ടർ സ്ക്രീനിൽ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. ആ രോഗിയുടെ എല്ലാ വിവരങ്ങളും, ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങളായാലും അവരുടെ ഹിസ്റ്ററി കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും, ടെസ്റ്റ് റിസൾട്ടുകൾ, ഇപ്പൊ ഡോക്ടേഴ്സിന് ടെസ്റ്റ് റിസൾട്ടുകൾ വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി, അടിച്ചു കൊടുത്താൽ മതി. ഏതാനും ക്ലിക്കുകളിലൂടെ സാധ്യമാണെന്നാണ് പറയുന്നത്. അപ്പൊ ഹെൽത്ത് ഹിസ്റ്ററി അറിയാനായിട്ടായാലും ഡോക്ടേഴ്സിന് ഇപ്പോ പേഷ്യൻസിനായാലും എത്ര ഡോക്ടേഴ്സ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്, ഹോസ്പിറ്റലുകളിൽ അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് അറിയാനായിട്ടായാലും നമുക്ക് ബില്ല് അടയ്ക്കേണ്ട ഡീറ്റെയിൽസുകൾ കാര്യങ്ങളൊക്കെ കിട്ടുന്നതിനായാലും എന്താണ് ഈ HMS-ലൂടെ സാധ്യമാണ്. അതുപോലെ തന്നെ ഡോക്ടേഴ്സിന് രോഗികളുടെ വിവരങ്ങൾ അറിയാനായിട്ട് ടെസ്റ്റ് ഹിസ്റ്ററി, അതുപോലെ തന്നെ എന്താണ് മെഡിക്കൽ റെക്കോർഡ്സ്, അങ്ങനെയുള്ള എല്ലാ വിവരങ്ങളും HMS-ലൂടെ സാധ്യമാണെന്നാണ് പറയുന്നത്. ഇതിന് എന്താണ് ചെയ്യേണ്ടത്? ഏതാണ് ക്ലിക്കുകളിലൂടെ സാധ്യമാണ് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഓൺലൈനാണ് മെയിൻ ആയിട്ട് പറയുന്നത്. സോഫ്റ്റ്വെയർ സംവിധാനം ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ HMS-ലൂടെ എല്ലാ വിവരങ്ങളും അറിയാനായിട്ട് പറ്റുന്നുണ്ട്. ക്ലിയർ ആയോ? വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?
ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. വേറെ ഡൗട്ട് ഇല്ലാന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.